ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെ നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വിഷ്വൽസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിനോ ഒക്കെ വേണ്ടിയിട്ട് എങ്ങനെ നമ്മളൊരു വീഡിയോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇപ്പൊ ആവശ്യമുള്ളത് ടീച്ചേഴ്സിനാണ് അല്ലെ. ടീച്ചേഴ്സിനെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഇപ്പൊ ആവശ്യമുണ്ട്. അപ്പൊ അതിന് അവർ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ബാക്കിയാണ് കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന് മൈക്ക് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. വേറൊന്ന് നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, അത് കാണുക. ഓക്കെ, അതിനുശേഷമുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നും അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെയാണ് ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ആവശ്യം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി അല്ലെ. സ്റ്റാൻഡ്, മൈക്ക്, അത് എങ്ങനെയൊക്കെയാണ്, അപ്പൊ അതിന്റെ റേറ്റ്, കാര്യങ്ങള് എല്ലാം ഞാൻ പറഞ്ഞു. ലൈറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഷോർട്ട് ഫിലിം കുട്ടികളെ വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ ചെയ്യണം. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഞാൻ ഈ ഒരു വിവരങ്ങൾ നിങ്ങളോട് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പണ്ട് മുതൽ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ ഒരു കോഴ്സിൽ, ഒരു ട്രെയിനിങ് കോഴ്സിൽ ഓൾറെഡി പങ്കെടുത്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള നമ്മുടെ ഫിലിം ബോർഡ്, കേരള ഫിലിം കോർപ്പറേഷൻ ഒക്കെ കൂടി ഉണ്ടായിരുന്ന ഒരു കോഴ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മുടെ മധുപാലും നമ്മുടെ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത്, കെ ബിജു, ഓക്കെ, പിന്നെ കുറെ എഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദീപേഷ് മാഷ്, നമ്മുടെ ടൈപ്പ് റൈറ്റർ സിനിമയുടെ ഒക്കെ സംവിധാനമൊക്കെ ആയിരുന്ന ദീപേഷ് മാഷ്, അങ്ങനെ കുറെ ഡയറക്ടേഴ്സും ഒക്കെ ഉള്ള ഒരു കോഴ്സിൽ ഞാൻ ഓൾറെഡി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ ആണ്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അതിൽ നമുക്ക് ടീച്ചേഴ്സിന് ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോസ് ഒക്കെ നല്ല അടിപൊളി ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അധ്യാപകരുണ്ട്. അവർക്കൊന്നും ഈ വീഡിയോ അത്ര പ്രയോജനപ്പെടത്തില്ല. അവരിപ്പോ തന്നെ സ്കിപ്പ് ചെയ്ത് പോയേക്കുക. ഇത് വലിയ കാര്യമായിട്ട് അറിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. നമ്മൾ പലപ്പോഴും ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ ചോദിച്ചാൽ അയ്യോ ഞാൻ എടുത്താൽ ശരിയാവത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ വലിയൊരു ക്യാമറ സെറ്റപ്പ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഏറ്റവും മിനിമം ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ട്രൈപോഡ് സ്റ്റാൻഡിലാണ് എന്റെ ഈ ഒരു എന്താ പറയാ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെക്കുന്ന എന്താ വെച്ചാൽ ഇതിന് ഷെയ്ക്ക് ഒന്നും ഉണ്ട്, സ്റ്റെബിലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒറ്റ ഫ്രെയിമിലാണ് ഈ ഒരു വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കും. അതേസമയം ഒരു പ്രോഗ്രാമോ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതേ ആംഗിളിൽ തന്നെ വെച്ചിട്ട് ത്രൂ ഔട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറിംഗ് ആയി മാറും അല്ലെ. ഒരു സിനിമ നമുക്ക് നോക്കി എത്ര എത്ര ടൈപ്പ് ഷോട്ട്സിലൂടെയാണ് ആ സിനിമ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ പ്ലേസിങ് പല സ്ഥലത്തായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പല ആംഗിളുകളിൽ നിന്നും പല ഡിസ്റ്റൻസിൽ നിന്നും വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പൊ വിഷ്വലിന് കുറച്ചും കൂടെ ഭംഗി കിട്ടും അല്ലെ. നമ്മുടെ കണ്ണിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, കുറെ കണ്ടു കഴിയുമ്പോഴേ നമുക്കൊരു മടുപ്പായി പോകും. അപ്പൊ അതിനെ മാറ്റാനായിട്ടാണ് ഈ വിഷ്വൽസ്
നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ എഡിറ്റിംഗ് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മുടെ മൊബൈലിലൊക്കെ ഇഷ്ടം പോലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഇപ്പൊ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറെ കുറിച്ച്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ആ കഴിഞ്ഞ ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട ബേസിക് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് കാണുക. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ഷോർട്സുകൾ, പലതരം ഷോർട്സുകളുണ്ട്. നമ്മൾ ഒന്ന് ഓർത്താൽ മതി. നമ്മൾ അതിന്റെ ടെക്നിക്കൽ ടേംസുകളും വശങ്ങളും ഒന്നും നോക്കണ്ട. സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഷോർട്സ് കുറച്ച് അടുത്തുനിന്നും അകലേന്നും പാൻ ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന രീതി, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന രീതി, മുകളിൽ നിന്ന് താഴത്തേക്ക്, താഴെ നിന്ന് മുകളിൽ നിന്ന്, അങ്ങനെ പല തരത്തിലുള്ള ഷോർട്സുകളിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഒരു ഡ്രാമ നടക്കുകയാണ്, ഞങ്ങൾ എങ്ങനെ ഈ ഒരു ഫോൺ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യും, കുറെ കട്ടായി പോകത്തില്ല എന്നൊക്കെ വിചാരിക്കും അല്ലെ. അതിനും വഴിയുണ്ട്. ഓക്കെ. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ഫിലിം ആണ് എടുക്കണേ, നമുക്ക് ഒറ്റ ക്യാമറ മതി, അല്ലെ ഒറ്റ ഫോൺ മതി. അത് വെച്ചിട്ട് നമുക്ക് പല പല ഷോർട്സ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. ഒരാൾ പറയണ നമ്മൾ എടുത്തു, അടുത്ത ആൾ പറയണ എടുത്തു, രണ്ടുപേരുടെ പറയുന്ന എടുത്തു, പല പല കുഞ്ഞു കുഞ്ഞു പീസാണ്. അതെല്ലാം വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവോ ഒരു സ്റ്റേജ് പ്രോഗ്രാമോ ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും എടുക്കാനുള്ള സൗകര്യം ഇല്ല. ഒറ്റ പ്രാവശ്യം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സാധാരണ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് 3 ക്യാമറ മിനിമം വെച്ചിട്ടൊക്കെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഓക്കെ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വൈഡിൽ എടുക്കും. വൈഡിൽ ഒരു ക്യാമറ വെച്ചേക്കും. രണ്ടുപേരെ മൊത്തത്തിൽ ഫ്രെയിം കിട്ടുന്ന രീതിയിൽ ഒരു ക്യാമറ ട്രൈപോഡിൽ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കും. 2 ക്യാമറ ഉണ്ടെങ്കിൽ അവര് ഇന്റർവ്യൂ ചെയ്യുന്ന ആങ്കറിനെയും അതോടൊപ്പം അടുത്തയാളെ മാറി മാറി അവരെടുക്കും. ഓക്കെ. അപ്പൊ ഇത് മാറുന്ന ആ ഒരു ടൈമിലുള്ള വിഷ്വൽസ് അവർക്ക് എന്ത് കിട്ടും? വൈഡിൽ കിട്ടുകയും ചെയ്യും. ഇതെല്ലാം വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. കറക്റ്റ് ടൈമിങ് ഒക്കെ കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചിലര് ചെയ്യുന്നത് ഒരു വൈഡ് ക്യാമറ കൊടുത്തു, 2 ക്ലോസപ്പ്, രണ്ടുപേരെ ഫോക്കസ് ചെയ്ത് ക്യാമറ അങ്ങ് സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ട് ഓൺ ചെയ്ത് അങ്ങ് വെച്ചേക്കും. അപ്പൊ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 3 ക്യാമറ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഈ ക്യാമറ എന്നതിന് പകരം നമ്മുടെ കൈകളിലുള്ള ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ടീച്ചർമാരുടെ ഒക്കെ കയ്യിലും മറ്റുള്ളവരുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ട് അല്ലെ. 2 3 ഫോണ് പല ആംഗിളിൽ കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് ഷൂട്ട് ചെയ്തിട്ട് അതിനെല്ലാം കൂടെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ഭംഗിയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന ഒറ്റ വഴി. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഷോട്ടുകൾ വീണ്ടും വീണ്ടും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതങ്ങനെ ചെയ്യുക. ഓക്കെ. 2 തരം വിഷ്വൽസ് കിട്ടും. ഇനി ഇതിനേക്കാളൊക്കെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വൈഡിൽ എടുക്കുന്ന ഷോട്ടിനെ തന്നെ നമുക്ക് എഡിറ്റിംഗ് ടൈമിൽ നമുക്ക് അതിനെ മൂവ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ. പിന്നീട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമോ ഒരു പ്രോഗ്രാമോ ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴാണ് നമ്മുടെ ഒറ്റ ക്യാമറ മതി. ആ ക്യാമറ നമ്മൾ പല ഷോട്ടുകളിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് നമ്മൾ പറയും ക്ലോസപ്പ് അല്ലെ. ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫേസ് ഒക്കെ മാത്രം കാണിക്കുന്നതാണ് ക്ലോസപ്പ് അല്ലെ. ഞാൻ എന്റെ ക്യാമറ ഇരുന്ന ഒരു മിഡിലാണ് ഇരിക്കുന്നത്, ഇത്രയുണ്ട് അല്ലെ. ഇനി ഇത് ഒരു മിഡ് മീൻസ് മിഡിൽ പോർഷനിലാണ് ഇരിക്കുന്നത്. ഈ ക്ലോസപ്പ് എന്ന് പറയുമ്പോഴോ എന്റെ ഫേസിന്റെ അത്രയും കറക്റ്റ് ആയിട്ട് ഫ്രെയിമിലേക്ക് വരുന്ന രീതിയിലാണ് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്ലോസപ്പ് ആയി. ഇനി എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ ക്യാമറ കൊടുക്കണം അല്ലെ. ഷോട്ട്സുകൾ മാറി മാറി വരണം എപ്പോഴും. ഇപ്പൊ ഒരു മിഡ് ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസപ്പ്, അത് കഴിഞ്ഞ ഒരു വൈഡ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ക്ലോസപ്പ്, അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ മാറുമ്പോഴാണ് അതിനൊരു ആ വിഷ്വൽസ് ഇങ്ങനെ മാറുമ്പോൾ നമ്മളുടെ കണ്ണിനൊരു ആനന്ദം, നമുക്ക് എത്ര കൊള്ളില്ലാത്തൊരു സംഭവമാണെങ്കിലും നമുക്കൊരു ഭംഗി കിട്ടും വിഷ്വൽസ് മാറുന്നതനുസരിച്ച്. അപ്പൊ ക്ലോസപ്പ് നമുക്ക് മനസ്സിലായി, ഫേസ് ഒക്കെ മൊത്തത്തിൽ വരുന്നത്. ഇനി എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വരിക, അല്ലെങ്കിൽ മുഖത്തിന്റെ ചില ചലനങ്ങൾ, ചുണ്ടിന്റെ ചലനങ്ങൾ, കണ്ണുകള് അല്ലെങ്കിൽ മൂക്കുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത്, അങ്ങനെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലോസപ്പ് ചെയ്തെടുക്കുന്നതാണ് എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറയുന്ന സാധനം. ഇല്ലേ? അപ്പൊ അങ്ങനെ വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലോസപ്പ് പറഞ്ഞു, എക്സ്ട്രീം ക്ലോസപ്പ് പറഞ്ഞു. പിന്നെ മിഡിൽ നമ്മൾ പറഞ്ഞു, മിഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഇനി വൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പുറകിലേക്ക് അല്ലെ, കുറച്ചും കൂടെ സറൗണ്ടിങ്സ് ഒക്കെ കാണുന്ന രീതിയിൽ. ഇനി എക്സ്ട്രീം വൈഡ് എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം ചിലപ്പോ ചില ഷോർട്സിലൊക്കെ പാടത്തു കൂടെയൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ അകലേന്ന്
സാധാരണ ഹെലികാം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. നമുക്ക് ഹെലികാം ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മള് ചില ഷോട്ട്സുകളൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി വൈഡ് ആയിട്ട് മൊത്തം സ്ഥലങ്ങളും കാണുന്ന രീതിയിലുള്ള ഷോട്ട്സുകൾ അല്ലെ? അങ്ങനെ പല പല ഷോട്ട്സുകൾ നമ്മൾ എടുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകിച്ച് എന്നിട്ട് അതിനെ വെച്ച് നമ്മൾ എഡിറ്റ് ചെയ്താക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു അത് കാണാനായിട്ടുള്ള ഒരു ഭംഗി നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ കാണിക്കാൻ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാമറയിൽ ഈ ഷോട്ട്സുകൾ ഇത്തരത്തിൽ മാറ്റുക. മനസ്സിലായില്ലേ? അപ്പൊ ഒരു മിഡിൽ ഷോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസപ്പ് കാണിക്കുക, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു വൈഡ് കാണിക്കുക, അപ്പൊ അത് കഴിയുമ്പോൾ ഒരു എക്സ്ട്രീം ക്ലോസപ്പ് കാണിക്കുക, ആഹ് അങ്ങനെ പിന്നെ ഒരു മിഡ് കാണിക്കുക. അങ്ങനെ 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 ഷോട്ട്സുകൾ വെറുതെ ഷോട്ട്സ് അല്ല. അപ്പൊ അതിനനുസരിച്ച് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഷോട്ട്സുകൾ നിങ്ങൾ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഈ വിഷ്വൽസിനൊരു ബ്യൂട്ടി ഉണ്ടാകും എന്നുള്ളതാണ് ഒന്ന്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു നല്ല ക്യാമറ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമറയുടെ ആ ഒരു ലെൻസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ക്യാമറ വരുന്ന പോർഷൻ, അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക. അതിൽ പൊടി, അഴുക്ക്, നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ അതിൻ്റെ അകത്ത് വരും. അപ്പൊ അതിലൂടെയൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാകാം. അപ്പൊ അത് മാറ്റാനായിട്ട് നിങ്ങൾ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യുക. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ഇതിപ്പോ സെൽഫി സ്റ്റിക്ക് 350 രൂപയുടെ സെൽഫി സ്റ്റിക്ക് ആണ്. ഇത് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യാമറ ഒറ്റ കൈ പിടിച്ചിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുവാണെങ്കിൽ. കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കൈയൊക്കെ മാറി നമുക്ക് അത്ര ഒരു ഷിവറിങ് ഒന്നും വരത്തില്ല. ആ സ്റ്റെബിലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും. കുറച്ചൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്റ്റെബിലൈസേഷൻ കറക്റ്റ് ആകാനായിട്ട് നമ്മുടെ ജിംബലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഫോണിൽ സ്റ്റെബിലൈസേഷൻ ഉള്ള ഫോണുണ്ട്, അതുണ്ടെങ്കിൽ അത് ഓൺ ആക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞത് മൈക്കിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞത്. മൈക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ലൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കുറച്ച് ലൈറ്റ് അപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയി പോകും. അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ മൈക്ക് ഇല്ലെങ്കിൽ ഭയങ്കര നോയ്സും ബഹളവും ഒക്കെ ഉണ്ടാകും അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പൊ ഇതുവരെ കണ്ടത് നമുക്ക് പല ടൈപ്പിലുള്ള ഷോട്ട്സുകൾ നമ്മൾ ഇങ്ങനെ കുഞ്ഞു 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 പീസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വാരിപ്പിറക്കി നമ്മളുടെ ഫയലിൽ കിടക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണ്? ഇത് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് ഒന്നും വേണം. ലാപ്ടോപ്പിൽ പ്രീമിയറിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് അതൊന്നുമില്ല. നമ്മൾ ഫോണിലാണ് എടുത്തത്. നമുക്ക് ഫോണിൽ തന്നെ ഇഷ്ടം പോലെ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനെ ഭംഗിയാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇതൊരു വില്ലേജ് കുക്കിംഗ് ചാനലാണ്. ഞാൻ ഈ വിവരം പറഞ്ഞത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാര്, യൂട്യൂബിൽ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് മനസ്സിലാവാനും അവർക്കൊക്കെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ, എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാം നമുക്ക്. നമുക്കൊരു വൈഡ്, ഒരു മിഡ്, ഒരു ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ്, അങ്ങനെയൊക്കെ പല രീതിയിൽ മാറ്റുമ്പോഴാണ് അതിനൊരു അടിപൊളി ഒരു ബ്യൂട്ടി നമുക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്ന് ടൈം കുറച്ചായി പോയി. അപ്പൊ എന്താണെങ്കിലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം ഇതിന്റെ ബാക്കി വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാം, എഡിറ്റിംഗ് എങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം.